ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ. ചുവരെഴുത്തും ഘോഷയാത്രയും നടത്തി അണികൾ ഒരു പടി മുന്നേ. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. എടവിലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ. ചുവരെഴുത്തും ഘോഷയാത്രയും നടത്തിയാണ് അണികൾ ഒരു പടി മുന്നേ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചിട്ടുള്ളത്. മാളയിലും കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും LDF കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി പ്രചരണ പരിപാടികൾക്ക് മാളയിൽ തുടക്കമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ഉദ്ഘാടനവും പ്രകടനവും നടന്നു. CPIM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. CPI മാള മണ്ഡലം സെക്രട്ടറി അപ്പുക്കുട്ടൻ, CPIM മാള ഏരിയ കമ്മിറ്റി അംഗം TP രവീന്ദ്രൻ, CPIM മാള ലോക്കൽ സെക്രട്ടറി P കൃഷ്ണകുമാർ, LDF നേതാക്കൾ ക്ലിഫി കളപ്പറമ്പത്ത്, ബിനിൽ പ്രതാപൻ, MK ബാബു എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രവർത്തകർ വിളംബര ഘോഷയാത്ര നടത്തി. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ വിളംബര ഘോഷയാത്ര വാദ്യമേളങ്ങളും ബലൂണുകളും പ്ലക്കാർഡുകളും ബാനറുകളും കൊണ്ട് വർണ്ണശബളമായി മാറി. ചന്തപുര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് LDF നേതാക്കളായ KR ജയത്രൻ, CC വിപിൻ ചന്ദ്രൻ, വേണു വെണ്ണറ, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ, TP പ്രഭേഷ്, അഷ്റഫ് സാബാൻ എന്നിവർ നേതൃത്വം നൽകി. പുല്ലൂറ്റ് നടന്ന ഘോഷയാത്രയിൽ മുസ്താഖ് അലി, PN രാമദാസ്, CK രാമനാഥൻ എന്നിവർ നേതൃത്വം നൽകി. മേത്തല വെസ്റ്റിൽ KS കൈസാബ്, KK വിജയൻ, MU സായൂജ് എന്നിവർ നേതൃത്വം നൽകി. മേത്തല ഈസ്റ്റിൽ ഷീല രാജ്കമൽ, CV ഉണ്ണികൃഷ്ണൻ, MS വിനയകുമാർ, PJ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. വിളംബര ജാഥ പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. കോഴിക്കട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ചാപ്പാറ വളവിൽ സമാപിച്ചു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചാലക്കുടിയിൽ സജീവമായി. ഇതിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നു. പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുത്തും ചാലക്കുടിയിൽ ആരംഭിച്ചു. നഗരത്തിലെ പ്രധാന മതിലുകളെല്ലാം പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുമരെഴുത്തും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, മാള, കൊടുങ്ങല്ലൂർ, ചാലക്കുടി. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. വയനാടൻ ചുരത്തിലെ മുള്ളൻകൊല്ലിയെ കിടുകിട വിറപ്പിച്ച കടുവയ്ക്ക് തൃശൂരിൽ വിശ്രമം. പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടിയിലായ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇര പിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. തൃശൂരിലേക്ക് മാറ്റുന്ന 3ാമത്തെ കടുവയാണ് WWL 127. നേരത്തെ വയനാട്ടിൽ കെണിയിലായ മുള്ളൻകൊല്ലിയിലെ ആളെക്കൊല്ലി കടുവയും കൊളകപ്പാറയിലെ സൗത്ത് വയനാട് 9ാമനും പുത്തൂരിലായിരുന്നു പുനരധിവാസം ഒരുങ്ങിയത്. 2.5 മാസമായി ആഴ്ചതോറും ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ച കടുവയാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. കർണാടകത്തിലും കേരളത്തിലും ഒരുപോലെ സാന്നിധ്യമുണ്ടായിരുന്നു WWL 127. മറ്റൊരു കടുവയുമായി തല്ലുകൂടി തോറ്റതോടെയാണ് പല്ലു പോയതെന്നാണ് നിരീക്ഷണം. ഇതിന് പിന്നാലെയാണ് ഇരപിടുത്തം ജനവാസ മേഖലയിലാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കടുവ വനമൂലികയിലെ കൂട്ടിൽ വീണത്. കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പുനരധിവാസത്തിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചതെന്ന് മൃഗശാല സൂപ്രണ്ട് അനിൽ പറഞ്ഞു. കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികളെന്ന് മൃഗശാല ഡോക്ടർ ധന്യ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. പെരിഞ്ഞനം ബീച്ചിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു.
പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. കൂളിമുട്ടം ഭജനമഠം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ഇളയരാംപുരയ്ക്കൽ രാഹുൽ രാജ്, പെരിഞ്ഞനം ഓണപ്പറമ്പ് സ്വദേശി കോഴിപ്പറമ്പിൽ സുബീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ, SI പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 22-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പെരിഞ്ഞനം സുജിത് ബീച്ച് പരിസരത്ത് വെച്ച് കൊപ്രപ്പറമ്പിൽ സന്തോഷിനെ ഇരുമ്പ് വൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ശ്രീ അയ്യപ്പ ഫിഷിംഗ് ഗ്രൂപ്പ് ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. മീഡിയ ടൈം, കയ്പമംഗലം. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. എടവിലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഉച്ചയ്ക്ക് 12 മണിയോടെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. സൂപ്പർ മാർക്കറ്റിന്റെ പിറകുവശത്തെ ഷട്ടറിന്റെ താഴെ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് സൂചന. ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഉച്ചയ്ക്ക് 12 മണിയോടെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുന്നംകുളം പെരുമ്പിലാവിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പാലക്കാട് പന്നിശ്ശേരി സ്വദേശി ബാലനാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 കാറുകൾക്കും ബൈക്കിനും കേടുപാട് സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പിലാവിൽ സിഗ്നലിൽ നിർത്തിയ ബൈക്കിനും കാറിനും പിറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പെരുമ്പിലാവിലെ സ്വകാര്യ കെട്ടിടത്തിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിനും തലയ്ക്കും നെഞ്ചിലും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ 2 കാറുകൾക്കും ബൈക്കിനും കേടുപാട് സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ ഫൈനൽ ഇയർ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾ അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സോളാർ ചാർജ് ഇലക്ട്രിക് ബഗ്ഗി ശ്രദ്ധേയമായി. പരമാവധി 50 കിലോമീറ്റർ വേഗതയും 3 സ്പീഡും ഈ വാഹനത്തിനുണ്ട്. കോളേജിലെ 27 അംഗ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് വാഹനം നിർമ്മിച്ചത്. കോളേജിൽ നിന്നു തന്നെ ശേഖരിച്ച പാഴ്വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കാഴ്ചയിലും പ്രവർത്തനത്തിലും മികച്ച ഈ വാഹനം നിർമ്മിച്ചത്. പൂർണ്ണമായും സോളാർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഹനം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 40 മുതൽ 50 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നതും 1 ടൺ വരെ ഭാരം വഹിക്കുവാൻ പര്യാപ്തവുമാണ്. സോളാർ ഉപയോഗിച്ച് ഫുൾ ചാർജ് ചെയ്യാൻ 6 മണിക്കൂർ സമയം വേണം. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈനിൽ നിന്നും നേരിട്ട് ചാർജ് ചെയ്യാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പരമാവധി 50 കിലോമീറ്റർ വേഗത ഈ വാഹനത്തിനുണ്ട്. അലൻ തോമസ്, അലൻ കെ ഷാജു, ജെറിൻ ജോയ്, ഡാർവിൻ ഡേവിസ്, വിവേക് എസ് കുമാർ, മനു, സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 27 അംഗ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് ഈ വാഹനം നിർമ്മിച്ചത്. ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് KP വിഷ്ണു, ലെക്ചറർ പ്രശോഭ് ശങ്കർ എന്നിവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഞങ്ങളുടെ അവസാന ഈ പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തത്. ഇതിന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 27 മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഞങ്ങളുടെ മെയിൻ ലെക്ചറായിട്ട് ഞങ്ങളെ സഹായിച്ചത് പ്രക്ഷോഭ് സാറാണ്. ബാക്കിയുള്ള മെമ്പേഴ്സും കൂടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ ചാർജറാണ്. സോളാർ തന്നെ വണ്ടി തന്നെ ചാർജ് ആവുകയും ചെയ്യാം. പിന്നെ എക്സ്റ്റേണൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യുകയും ചെയ്യാം. സോളാർ ചാർജ് ചെയ്യാൻ മിനിമം 6.5 hours എടുക്കും ചാർജ് ആവാൻ. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നതാ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കൊട്ടിക്കലിൽ വീടിന് നേരെ കല്ലേറ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊട്ടിക്കൽ ക്ഷേത്രത്തിന് സമീപം വാട്ടപ്പള്ളി അലിയാരുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തുടർച്ചയായുള്ള കല്ലേറിൽ ജനൽ ചില്ല് തകർന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നവീകരിച്ച കുണ്ടായി ആനപ്പാറ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു.
1.2 കിലോമീറ്റർ നീളമുള്ള സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഒരു റോഡാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു കാര്യമില്ല. ജില്ലാ കൗൺസിലുകൾ വന്ന കാലത്ത്, ജില്ലാ കൗൺസിൽ വന്നിട്ട് 10-25 കൊല്ലത്തോളം, ആ ജില്ലാ കൗൺസിലുകൾ വന്ന കാലത്ത് അന്ന് ഈ ഡിവിഷൻ്റെ മെമ്പർ TC ഭാനുമതിയായിരുന്നു. TC ഭാനുമതി ജില്ലാ കൗൺസിൽ മെമ്പറും അന്തരിച്ചു പോയ അന്നത്തെ ജില്ലാ കൗൺസിലിൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH നാസിമുദ്ദീൻ. ആ നാസിമുദ്ദീൻ്റെ ഒക്കെ ആ കാലത്താണ് ആ കല്ലിൽ ആ പേരുണ്ട് എന്നാണ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MU ബിനിൽ, സ്ഥിരസമിതി അധ്യക്ഷരായ ജിജു മാളപ്പള്ളി, നബീസത്ത് ജലീൽ, ജുമൈല സഗീർ, പഞ്ചായത്ത് അംഗം സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയൻ അന്നമനട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം TK ശശിധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ മാള ലോക്കൽ സെക്രട്ടറി TK സതീശൻ, TV സുരേഷ് കുമാർ, TV ഭാസ്കരൻ, ശ്യാമള അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഹോളി ഗ്രേസ് ഓഫ് സൂപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിൽ അംബർല ഹോക്കി ടൂർണമെന്റ് നടന്നു. ഹോളി ഗ്രേസ് അക്വാട്ടിക് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ആന്റണി മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ ബെന്നി കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. SMRI സ്പോർട്സ് ആൻഡ് മാനേജിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോർഡിനേറ്റർ റസീന ഇക്ബാൽ നേതൃത്വം നൽകി. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ശശികുമാർ, PRO MK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അംബർല ഹോക്കി ക്ലബ്ബായ SMRI സൂപ്പർ ഇന്ത്യ ഹോളി ഗ്രേസ് ടെക്നോ ക്രാഫ്റ്റിന്റെ ടീമുകളാണ് ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുത്തത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായ കിടപ്പ് രോഗികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല, സായിദ മുത്തുക്കോയത്തങ്ങൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുക്കുട്ടൻ, വിവിധ ജനപ്രതിനിധികൾ, ICD സൂപ്പർവൈസർ പ്രമീന, K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 62 കിടപ്പ് രോഗികൾക്കാണ് പദ്ധതി പ്രകാരം ആനുകൂല്യം വിതരണം ചെയ്തത്. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 26ാമത് ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും. രാവിലെ 9 മണിക്ക് കൊടി ഉയർത്തൽ, 9:30 കൂട്ട സിയാറത്ത് എന്നിവ നടക്കും. വൈകിട്ട് 7 നടക്കുന്ന ഗുത്തുബിയത്തിന് സൈനുദ്ദീൻ സഖാഫി അൽബുഖാരി, അസ്ലം മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകും. 29 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന റിഫായി റാത്തിബിന് PMS തങ്ങൾ, ബ്രാലം, ഇമ്പിച്ച് കോയ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PA അബൂബക്കർ ഹാജി, PB മൂസ ഹാജി, സിറാജുദ്ദീൻ സഖാഫി, അക്സനി, PC അബ്ദുറഹ്മാൻ സഖാഫി, ഇസ്മായിൽ കരീമി, മുഹമ്മദ് നസീർ കൂരിക്കുഴി എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് കിഴങ്ങുവർഗ കിറ്റ് വിതരണം ചെയ്തു. രാവിലെ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ PC സജന പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റുമാരായ V വിപിൻ കുമാർ, MM ഹസീബ് എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് കുന്നത്തുകോവ് ശിവക്ഷേത്രത്തിലെ പുതുക്കിപ്പണിത ആൽത്തറ, തിടപ്പള്ളി, ഗ്രിൽ, ചുറ്റുമതിൽ എന്നിവയുടെ സമർപ്പണം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാമനാഥൻ വടശ്ശേരി അധ്യക്ഷനായി. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വിജയകുമാർ പുഞ്ചപ്പറമ്പിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചുണ്ടാലത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PN വിനയചന്ദ്രൻ, ഗിരിജ ശിവൻ, അനിൽകുമാർ, ബിന്ദു, സുനിൽ കർത്ത, MR മിനി, R രഘുരാമൻ, സജിത എന്നിവർ സംസാരിച്ചു. പരിശീലനം പൂർത്തിയായ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൊടുങ്ങല്ലൂർ PB MGHS കൊടുങ്ങല്ലൂർ, KKTM GGHSS കൊടുങ്ങല്ലൂർ, GHSS പുല്ലൂറ്റ് എന്നീ 3 വിദ്യാലയങ്ങളിലെ പരിശീലനം പൂർത്തിയായ SPD കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് C ശശിധരൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള NGO യൂണിയൻ ജില്ലാ കലാജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ CITU കോർഡിനേഷൻ
കമ്മിറ്റി കൺവീനർ MK മോഹനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV പ്രഫുൽ, ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ, സർഗവേദി കൺവീനർ RL സിന്ധു, NGO യൂണിയൻ ഏരിയ സെക്രട്ടറി KM മഞ്ജേഷ്, പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഘുനാടകങ്ങൾ, ഒരു സംഗീതശില്പം എന്നിവ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി പ്രവർത്തകർ. ചുവരെഴുത്തും ഘോഷയാത്രയും നടത്തി അണികൾ ഒരു പടി മുന്നേ. വയനാട് മുള്ളൻകുല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി സൂചന. എടവിലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.